Good afternoon, all. Good afternoon. Ma'am. Good afternoon. Prayer പറഞ്ഞോട്ടാ. Prayer. There shall be showers of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing. This is the promise of love. Thank you. സൈനിങ് ഞാനാണ് മാം. ഒരു പാട്ടാണ് പാടുന്നത്. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണ്. ആർക്കും ഒന്നും തോന്നരുത്. ഇന്നിസை പാടി വരും ഇളം കാற்று കൂറുകമല്ലേ, കാൽത്തലയില്ല എന്നാൽ ഒരു പാട്ടോട് കേൾപ്പതില്ലേ, ഒരു ഗാനം വരുകയിൽ உள்ளம் கொள்ளை போகுதே, ஆனால் காற்றின் முகவரி கண்கள் அறிவதில்லையே. இந்த வாழ்க்கையே ஒரு தேடல் தான், அந்த தேடி தேடி தேடும் மனது தொலைகிறதே. இன்னிசை பாடி வரும் இளம் காற்று கூறுவமில்லை, காற்றலை இல்லை என்றால் ஒரு பாட்டோடு கேட்பதில்லை. സൈനിങ് ബൈ അനുമോൾഡി. Thought of the day ഞാനാണ് മിസ്സേ. Knowledge will give you the power, but character will give you respect. അറിവ് നിങ്ങൾക്ക് ശക്തി നൽകും, എന്നാൽ സ്വഭാവം നിങ്ങൾക്ക് ബഹുമാനം നൽകും. ഡോക്ടർ APJ അബ്ദുൽ കലാം. തോട്ട് ഓഫ് ദി ഡേ ബൈ അൻസി. Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Okay. നമ്മള് ദ റോൾ ഓഫ് ഇമോഷൻസ് ഡിസ്കസ് ചെയ്തോ ലാസ്റ്റ് ക്ലാസ്? ഇല്ലല്ലോ, നമ്മളെല്ലാം സെമിനാറിൽ എടുത്തോണ്ടിരുന്നേ. അതെ മിസ്. ഓക്കെ, സെമിനാർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി എടുക്കാൻ പോകുന്നത് റോൾ ഓഫ് ഇമോഷൻസ് ആണ്. The emotion constantly become functional in the child relation to his fellow pupils, teachers, parents, siblings, and in school and home situation. അപ്പോ ഇമോഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ചൈൽഡിന്റെ റിലേഷൻ ആണ്. വെച്ചാൽ നമ്മൾ പാരന്റ്സിനോട് അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇമോഷൻ എന്ന് പറയുന്നത്. ഇമോഷൻസ് സ്റ്റിമുലേറ്റ്സ് ആണല്ലേ, നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ എന്താ പറയാ, ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷനിലൂടെ ഒരു വ്യക്തി കടന്നു വരുന്നത്. നിങ്ങൾക്ക് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ? എങ്കിൽ അത് മിക്കവാറും എന്റെ ചാപ്റ്റർ ആണ്, ഞാനത് എടുക്കാട്ടോ. സോറി, എപ്പോഴും ഞാൻ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ടായിരുന്നു നീഡ്സ് എടുക്കാറ്. പ്രാവശ്യം അതൊന്നും മാറിയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോടുള്ള പെരുമാറ്റം, അതുപോലെ നമ്മുടെ പാരന്റ്സ് നമ്മളോടുള്ള പെരുമാറ്റം, നമ്മുടെ ടീച്ചേഴ്സിന്റെ പെരുമാറ്റം ഒക്കെ നമ്മളുടെ ഇമോഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യം, അവന്റെ വീട്ടില് അല്ലെങ്കിൽ അവന്റെ ഹോം എൻവയോൺമെന്റ് അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവന് നല്ല ഫ്രീഡവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആണ് നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യുന്നത്?
വളർത്തിക്കൊണ്ട് വരുന്നെങ്കിൽ അവന്റെ ഇമോഷണലി നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ചൈൽഡ് ആയിരിക്കും. ഭയങ്കര സ്ട്രിക്ട് പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ അത് അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഭയങ്കര അഫക്ട് ചെയ്യും. കാരണം കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് എന്താണ് കോൺഫിഡൻസ് തീരെ കുറവായിരിക്കും, ഭയങ്കര പുവർ ആയിരിക്കും. എ ഗുഡ് ടീച്ചർ ഷുഡ് ബി കോൺഷ്യസ് ഓഫ് ഹിസ് pupils' emotion as well as his own, that a smooth learning situation can be sustained in the class. അപ്പോൾ ഒരു നല്ല ടീച്ചർ ആയിരിക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കുട്ടികളുടെ ഇമോഷൻസ് റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ അവര് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് വരുന്ന കുട്ടികളായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവുക. അപ്പോൾ ആ കുട്ടികൾ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ടും കെയർ ഒക്കെ കൊടുത്ത് അവരെ നമ്മൾ നല്ല അവരുടെ ഇമോഷൻസിന് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഓരോ കുട്ടികളും വളർന്നു വരുന്ന സാഹചര്യം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ അവർ പ്രകടിപ്പിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസും കാര്യങ്ങളും നമ്മൾ എന്തുകൊണ്ടാണ്, അതിന്റെ റീസൺ എന്താണ്? ഇപ്പൊ ചിലപ്പോൾ മാൽ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും, അവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ നോട്ടി ചൈൽഡ് ആണെന്ന് വിചാരിക്കും. എന്താണ് അതിനുള്ള കാരണം എന്ന് നമ്മൾ കണ്ടെത്തണം. അല്ലാതെ കുട്ടീനെ വഴക്ക് പറയുകയോ ദേഷ്യപ്പെടുകയോ ഒന്നല്ല വേണ്ടത്. അതിന് അവന് നയിച്ച കാരണം എന്താണെന്ന് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാൻ നോക്കണം. Parents should also be aware of this fact in order to boost healthy growth of their wards. നമ്മുടെ കുട്ടികളുടെ നല്ല ഹെൽത്തി ഗ്രോത്തിന് കുട്ടികളുടെ ഇമോഷൻസ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കമ്പാരിസൺ ഒന്നും പാടില്ല എന്ന് പറഞ്ഞില്ലേ കുട്ടികൾ തമ്മിൽ. നമ്മൾ ഒരു കാരണവശാൽ നമ്മളുടെ കുട്ടീനെയും മറ്റു കുട്ടീനെയും വെച്ച് കമ്പയർ ചെയ്തത്. ശരിക്കും കമ്പാരിസൺ കുട്ടിയുടെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ഡാമേജ് ചെയ്യും. കാരണം കുട്ടി പറയും എന്നല്ല അമ്മ ആഗ്രഹിച്ചത്, അവനെ പോലുള്ള കുട്ടീനെയാണ് അമ്മയ്ക്ക് ഇഷ്ടം, എന്റെ ഇഷ്ടമല്ല. അങ്ങനെ മനസ്സിൽ ആ കുട്ടികളുടെ മനസ്സിലേക്ക് അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. ഓൺ ദ അതർ ഹാൻഡ്, pupils have to assist to understand, develop their emotion to make them able to lead an adjustable life. ഒരു സോഷ്യൽ ലൈഫ് ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ ഇമോഷൻസ് എങ്ങനെയാണ് അവർ മനസ്സിലാക്കാനും ഇമോഷൻസ് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനും പറ്റണം. അപ്പോ ടു ലീവ് സ്മൂത്ത്ലി വിത്ത് അതർ pupils and other at home and outside. വീട്ടിലെ കുട്ടികൾ എങ്ങനെയാണ് അതേപോലെ തന്നെ ആയിരിക്കില്ലേ പുറത്തു പോയി കഴിഞ്ഞാലും അവർ പെരുമാറുന്നത്. അപ്പോ വീട്ടിലെയും നമ്മൾ അവർ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളായിട്ട് ചിൽഡ്രൻസ് ആയിട്ട് നമ്മൾ വാർത്തെടുക്കാം. അവർ ഇമോഷൻസിനെ റെസ്പെക്ട് ചെയ്യണം. അവർ വാശി പിടിക്കുമ്പോൾ അവരൊപ്പം നിൽക്കണം എന്നല്ല, എന്നാലും അവരുടെ ഇമോഷൻസ് ഒരു പരിധിവരെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇൻഡിവിജ്വൽസ് ഞാൻ PDF എടുത്തിട്ടില്ല. An individual's basic requirement, this hope, his value of life, his life conditions, all generate his emotion. ഒരു കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ്, അതിന് വേണ്ട ആവശ്യകതകള്, ഡിസേർവ്സ്, ആഗ്രഹങ്ങള്, ഹോപ്പ്, പ്രതീക്ഷ, അവൻ ലൈഫിന് കൊടുക്കുന്ന വാല്യൂ, അവന്റെ ലിവിങ് കണ്ടീഷൻ, ഇതെല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഇമോഷണൽ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. 1 minute കേട്ടോ. ഓക്കെ കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇമോഷൻസിനെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ കുട്ടിയുടെ ജീവിത സാഹചര്യവും അവന്റെ ലൈഫിന് അവൻ കൊടുക്കുന്ന വാല്യൂവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിയുടെ ഇമോഷനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചിൽഡ്രൻസ് ഓഫ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് ഷോസ് ദ സെയിം ഇമോഷൻ ഡിഫറെന്റ്ലി. ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് ആയിരിക്കും പ്രകടിപ്പിക്കുന്നത്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സെയിം കേസ് രണ്ട് കുട്ടികളാണെങ്കിൽ അവരുടെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ പറയും, നമ്മളിപ്പോ രണ്ട് വഴക്ക് പറഞ്ഞാൽ ചിലപ്പോ ഇളയാള് കരയായിരിക്കും അല്ലെ, ഈ മൂത്താള് ഭയങ്കരമായിട്ട് കരയായിരിക്കും. ഇളയാള് എന്നടിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വിഷമമൊന്നും ആവില്ല എന്ന രീതിയിൽ നിൽക്കും. ചിലപ്പോ തിരിച്ചും വരാട്ടോ. അപ്പൊ അവർ പ്രകടിപ്പിക്കുന്ന ഇമോഷൻസിന്റെ രീതി, അല്ലെങ്കിൽ ഒരു സെയിം സിറ്റുവേഷൻ ആണെങ്കിൽ അവർ പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. ചിലവര് ദേഷ്യം വന്നു കഴിഞ്ഞാല് അവർ ചിലപ്പോ ഷൗട്ട് ചെയ്യും, ചിലവര് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, ചിലവർ ഒന്നും ചെയ്യില്ല, ഷൗട്ട് ഒന്നും ചെയ്യില്ല, ദേഷ്യം
ഉള്ളിൽ എന്ത് ചെയ്യാൻ നോക്കും, എന്താണ് അടക്കി നിർത്താനായിട്ട് ശ്രമിക്കും. എന്നിട്ട് കാമായിട്ട് പേഷ്യൻസ് ആയിട്ട് നല്ല കാമായിട്ട് സൈലന്റ് ആയിട്ട് പേഷ്യൻസോട് കൂടി പോകും ചില ആൾക്കാര്. ഡിഫറെന്റ് പേഴ്സൺസ് ഡിഫറെന്റ് ടൈപ്സിലായിരിക്കും ഇമോഷൻസ് എന്ത് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ചിൽഡ്രൻസ് ഓഫ് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് ഷോ സെയിം ഇമോഷൻ ഡിഫറെന്റ്ലി. നമ്മളിപ്പോ സെയിം ഏജ് ഗ്രൂപ്പിലെ കുട്ടികളാണെങ്കിൽ പോലും ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രണ്ട് രീതിയിലായിരിക്കും. ഇപ്പൊ നമ്മളുടെ കുട്ടി ഭയങ്കരമായിട്ട് കരയുമെന്ന് വിചാരിക്കും സങ്കടം വന്നു കഴിഞ്ഞാൽ. ചില കുട്ടികൾ മുഖം ദേഷ്യം പിടിച്ചിരിക്കുള്ളൂ അല്ലെ. ഡിഫറെന്റ് രീതിയിലായിരിക്കും അവർ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത്. വിത്ത് അഡ്വാൻസിങ് ഏജ്, കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് acquisition of verbal skill, many emotional reaction tend to hidden and become substitute expression. For examples, mannerism to irritate. ഇപ്പോ അവർക്ക് നമ്മളിപ്പോ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായില്ല എന്ന് വിചാരിക്കും. ഒരു കാര്യം ഇഷ്ടമായില്ലെങ്കിൽ ചിലപ്പോൾ അവര് അത് പ്രകടിപ്പിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. ഇപ്പൊ ചിലർക്ക് സങ്കടം വന്നു കഴിഞ്ഞാല് ഇപ്പൊ കരയണമെന്നില്ല, ചിലർ ദേഷ്യത്തോടു കൂടി ആയിരിക്കും പ്രകടിപ്പിക്കുന്നത്. ഡിഫറെന്റ് രീതിയിൽ ഇപ്പൊ നമ്മളാണെങ്കിലും ചില ഇമോഷൻസ് നമ്മൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പ്രകടിപ്പിക്കുന്നത് അല്ലെ. നമ്മള് ഇപ്പൊ സങ്കടം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവര് കരയും, ചിലർ എന്താണ് ദേഷ്യമായിരിക്കും പ്രകടിപ്പിക്കുന്നത്. ആ സമയത്ത് നമുക്ക് അവരുടെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം എന്താണ്, അവര് ഭയങ്കരമായിട്ട് ഷൗട്ടൊക്കെ ചെയ്യും. അവർക്ക് ആ സമയത്ത് എന്താ പറയണമെന്നൊന്നും ഒരു ഇതുണ്ടാവില്ല. പിന്നെന്താണ്, അങ്ങനെ ഡിഫറെന്റ് രീതിയിൽ ഇപ്പൊ സന്തോഷം വന്നു കഴിഞ്ഞാൽ ചിലവർ കരയുന്നവരുണ്ട്. സന്തോഷം വന്നു കഴിഞ്ഞാൽ ചിലർ കണ്ണിന്നൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ കരയുന്നവരുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് പല രീതിയിലാണ്. ഓരോ വ്യക്തിനെ അനുസരിച്ച് ഇൻഡിവിജ്വലി എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഓരോ വ്യക്തികളും. അപ്പൊ അവരുടെ ഇമോഷണൽ എക്സ്പ്രഷനും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ. വിത്ത് അഡ്വാൻസിങ് ഏജ് ആൻഡ് അക്വിസിഷൻ ഓഫ് വെർബൽ സ്കിൽ, മെനി ഇമോഷണൽ റിയാക്ഷൻ ട്രെൻഡ് ടു ഹിഡൻ. അവർ വലുതാവുന്നതിനനുസരിച്ച് ചില ഇമോഷണൽ റിയാക്ഷൻസ് അവർ ഹിഡൻ ആക്കി വെക്കും. ചിലപ്പോ അത് വേറെ രീതിയിൽ അവർ പ്രകടിപ്പിക്കും. Along with the physical and mental development, the process of socialization happen. നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് പോലെ തന്നെ നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റ്, സോഷ്യലൈസേഷനും സംഭവിക്കുന്നത്. ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കും. ദ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് സ്കൂൾ സിറ്റുവേഷൻ. നമ്മുടെ സ്കൂളിൽ നിന്നാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള സോഷ്യൽ റിലേഷൻഷിപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മള് സോഷ്യലബിൾ ആകുന്നത് ഫസ്റ്റ് ആ ഒരു ടൈം മുതലാണ്. നമ്മൾ സ്കൂളിൽ എൻ്റർ ആകുമ്പോൾ അല്ലെങ്കിൽ പ്രീ KG സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലാണ് സോഷ്യലൈസേഷനിലേക്ക്, സൊസൈറ്റിയിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ഗെയിമുകൾ, ലെസൺസ്, ടീച്ചേഴ്സിന്റെ പേഴ്സണൽ ഇമ്പാക്ട്സ്, കൊളീഗ്സ്, അതുവെച്ചാൽ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കളിക്കുമ്പോൾ constantly work on children's socializing his emotions expression. എങ്ങനെ പ്രകടിപ്പിക്കണം, ഒരു ഇമോഷൻ എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളത് അത് സ്വയമേ അത് മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. ഓരോ ഇമോഷൻസും എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ചിലപ്പം നമ്മുടെ ടീംമേറ്റ് കാരണമായിരിക്കും നമ്മൾ ആ ഗെയിമിൽ എന്ത് ചെയ്തത്, ഫെയിൽ ആയത്. അപ്പൊ നമുക്ക് ദേഷ്യം ഉണ്ടാവും, ഗെയിം അല്ലെങ്കിൽ നഷ്ടബോധം തോന്നും. പക്ഷെ അവനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, എല്ലാവർക്കും കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഒക്കെ കൊടുക്കാനൊക്കെ തുടങ്ങും. അതേപോലെ ടീം സ്പിരിറ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജ് ആണ് ഏത്, ഈ ഒരു പ്രീ സ്കൂൾ ഏജ് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഹെൽപ്പ്, പേഷ്യൻസ്, റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. A child when emotionally aroused added to his burden to try to conceal it. എന്നുവെച്ചാൽ ഒരു ഇമോഷൻ നിങ്ങളാണെന്ന് വിചാരിക്കും, നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ഇമോഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരാളോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്, അത് ഹൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യും. അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? നമുക്ക് ദേഷ്യം ഒരാളോട് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ നമുക്കത് അയാളിൽ നിന്ന് മറച്ചു വെക്കുന്നത് നമുക്ക് കുറച്ച് പാടാണ്. കാരണം നമ്മളത് നമ്മുടെ സംസാരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലോ എങ്ങനെയെങ്കിലും ആ ഒരു ദേഷ്യവും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളത് മാറ്റുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിരിക്കണം. നമ്മൾ അവരിൽ നിന്ന് മാറ്റി നിർത്താണെങ്കിൽ നമുക്കത് എന്താ പറയാ, നമുക്ക് കുറച്ചത് ടഫാണ്. നമ്മളെ ആ ഇമോഷൻ അവരിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആ ഒരു വ്യക്തിയോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ ദേഷ്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് തീർന്നു. എനിക്ക് അങ്ങനെയാണ് ഉണ്ടാവും. എനിക്കിപ്പോ ഒരാളോട് ദേഷ്യം തോന്നി കഴിഞ്ഞാൽ 2 ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം മാറി, പിന്നെ അത് ഞാൻ കൂട്ടുകൂടും. അങ്ങനെയാ എന്നുവെച്ചാല് എനിക്ക് അപ്പൊ തോന്നുന്നത് എന്താണോ അത് ഞാൻ പ്രകടിപ്പിക്കും. His action may become crude and funny, inviting ridiculous from others. In extreme cases, it may affect the self. അപ്പോ ഇങ്ങനെ നമ്മള് ഇമോഷൻസ് ഹൈഡ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ആ വ്യക്തിക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മെന്റൽ ബ്രേക്ക് ഡൗൺ, ഇപ്പം ഞാൻ പറയാൻ കാരണം
ഇപ്പൊ നമുക്ക് ഒരാളോട് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടെന്ന് വിചാരിക്കും. ദേഷ്യം വേണ്ട, എന്താ പറയാ, ഭയങ്കരമായിട്ട് നമുക്ക് വിഷമമുണ്ട്. നമ്മൾ വിഷമം മറ്റുള്ളവരോടൊന്നും പ്രകടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഫിനാൻഷ്യലി ആയിട്ടുള്ള എന്തോ നല്ല വിഷമം നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ അതൊരാളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സങ്കടവും കാര്യങ്ങളും ഒരാളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടും നമുക്ക്, അല്ലെ? പക്ഷെ നമ്മളുടെ ഫിനാൻഷ്യൽ ബേർഡനും കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒതുക്കി പിടിക്കുകയാണെങ്കിൽ, മറ്റാരെയും അറിയിക്കാണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യാണ്, ഉള്ളിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കത് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് മാറും, അല്ലെ? ഹെൽത്തിനൊക്കെ അഫക്ട് ചെയ്യും. ഇപ്പൊ നമ്മള് സാധാരണ എന്താ പറയാ, ഇപ്പം ഹസ്ബൻഡ് ഒക്കെ ആണെങ്കിൽ ഓരോരുത്തരുടെയും അവർ ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എപ്പോഴും തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കാത്ത ആ വ്യക്തികളാണ്. ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാര്യമാരോട് അവർ പറയില്ല, വൈഫിനോടോ കുട്ടികളോടോ ഒന്നും പറയില്ല. കാരണം അത് അവരെ അഫക്ട് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ അവർ എന്ത് ചെയ്യും, അത് അവരിൽ നിന്ന് മറച്ചു വെക്കും. എന്നിട്ട് ആള് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ അടിക്കും, അല്ലെ? അല്ലേ ചെയ്യാറ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, കാരണം എന്തെങ്കിലും നമുക്ക് മനസ്സിലാകും അവര് നമ്മളിൽ നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. എന്താണ് പ്രശ്നം, ഫിനാൻഷ്യലി ആണോ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഓഫീസിൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരോട് ടൈം സ്പെൻഡ് ചെയ്ത് അവരോട് എന്താണ് പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് സോൾവ് ഔട്ട് ചെയ്യാൻ നോക്കണം. ചിലപ്പോ അവർക്ക് പ്രശ്നം നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നത് ആവാം. അപ്പൊ എന്താണ് പ്രശ്നം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, ഏത് സിറ്റുവേഷനിലൂടെയാണ് ഓരോ വ്യക്തിയും കടന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സ്, എനിക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, അതൊരു ഫ്രണ്ട് ഉള്ളൂ. അവളുടെ സ്റ്റാറ്റസ് കണ്ടാൽ എനിക്ക് അറിയാൻ പറ്റും അവള് ഹാപ്പി ആണോ സാഡ് ആണോ എന്നുള്ളത്. ജസ്റ്റ് സ്റ്റാറ്റസ് കാണുമ്പോൾ ഞാൻ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള സ്റ്റാറ്റസ് ഇടുമ്പോ, ഇടയ്ക്ക് സാഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ഇടുമ്പോൾ മാത്രമേ ഞാൻ മെസ്സേജ് അയക്കുള്ളൂ. എന്ത് പറ്റി, ആളെ ഓക്കെ അല്ലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ അവള് പറയും, ഓ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ അത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും എന്റെ കോള് പോകുന്നത്. അപ്പോ എന്താണെന്നുള്ളത് ഒരാൾ കേൾക്കാനുള്ളത് അത്രയും എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ എന്താ പറയാ, നല്ല രീതിയിൽ റിലേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു പേഴ്സണൽ ഇഷ്യൂ വരുമ്പോൾ മറ്റൊരാളുടെ ഒരു അഭിപ്രായം ചോദിക്കുന്നത് അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. മറ്റുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മളുടെ കണ്ടീഷൻ മറച്ചു വെക്കുന്നതോ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഒരാളോട് നമ്മളത് പറയുമ്പോൾ അതിന്റെ ഭാരം കുറച്ച് കുറയും. നമുക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നം നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നതൊക്കെ കുറച്ച് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോ നമുക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് നമുക്കത് പറയുകയാണെങ്കിൽ അതൊരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികളുടെ കാര്യത്തിലും അതാണ്. അവൻ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര മൂടിയായിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല, ദേഷ്യം പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം അടുത്ത് പോയിട്ട്, എന്താ പ്രശ്നം, ഇന്ന് ഓക്കെ ആയിരുന്നോ, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു, ഓക്കെ അല്ലേ, എന്ത് പറ്റി മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, ചോദിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു കുട്ടി ഭയങ്കര മുഖം എന്താ പറയാ ദേഷ്യം പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ എന്ത് പറ്റി, എന്താ കാര്യം എന്ന് നമുക്ക് ടീച്ചർക്ക് ആരോട് ചോദിക്കാം, കുട്ടീനോട് ചോദിക്കാം. ചിലപ്പോ അമ്മ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് അച്ഛനൊന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പ്രശ്നങ്ങൾ. അപ്പൊ അതെന്താണ് എന്നുള്ളത് നമ്മൾ ചോദിച്ച് അവരിൽ നിന്ന് മനസ്സിലാക്കണം. പിന്നെ കുട്ടികൾ ഇമോഷണലി അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ചോദിക്കണം. കാരണം ഇന്നത്തെ ഒരു സമൂഹത്തില് നമ്മൾ കുട്ടികളുടെ ഈ ഇമോഷൻ അവർ ഹൈഡ് ചെയ്യും, അല്ലെ? അവർക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ എല്ലാ കുട്ടികളും സെയിം ജീവിത സാഹചര്യത്തിലൂടെയും അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും സെയിം ആവണമെന്നില്ല. ചിലവര് ഇപ്പൊ ചൈൽഡ് അബ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് തുറന്നു പറയാനുള്ള പേടിയായിരിക്കും. നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കിയിട്ട് എന്താണ് അവരുടെ പ്രശ്നം, എന്താണ് ഇമോഷണലി ഇങ്ങനെ ഡള്ളാവുന്നത്. ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കും, പെട്ടെന്നായിരിക്കും വീക്ക് ആവുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് അവർക്ക് മനസ്സിലാക്കണം. ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അവരുടെ ഒപ്പം ഉണ്ട് എന്ന് കംഫർട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈൽഡ് അബ്യൂസിന്റെ കേസുകളിൽ ഭൂരിഭാഗം കേസും റിപ്പോർട്ട് ചെയ്യുന്ന ടീച്ചർമാരാണ്. വീട്ടിലായിരിക്കും ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നത്. ടീച്ചർ വഴിയായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ചൈൽഡ് ലൈനിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം കുട്ടി തുറന്നു പറയുന്നത് ടീച്ചറായിരിക്കും. നമുക്ക് ടീച്ചർമാർക്ക് പറഞ്ഞാൽ കുട്ടികളോട് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫറെന്റ് സാഹചര്യത്തിൽ നിന്ന് കടന്നു വരുന്ന ഓരോ കുട്ടീനെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്ത് പറ്റും, അവരെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ റോൾ ഓഫ് ഇമോഷൻസ് ആണ്. കുട്ടികളോട് നമുക്കുള്ള ഇമോഷൻസിന്റെ റോളിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ കുട്ടികളുടെയും ഇമോഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. ഓക്കെ,
ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസും കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾക്കുള്ളത്. നമ്മൾ വിചാരിക്കും ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, എങ്ങനെയാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. കുട്ടിയുടെ ഇമോഷനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവന്റെ സെൽഫ് കോൺഫിഡൻസിനെ, അവന്റെ എക്സ്റ്റീമിനെ ഒക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അവനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട്. ഒരു കാരണവശാലും അവനെ കമ്പയർ ചെയ്യാൻ പാടില്ല. എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും അവനെ കമ്പയർ ചെയ്യാൻ പാടില്ല. അവന്റെ ഇമോഷനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് പറഞ്ഞാൽ അവൻ ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നത്, ചിലപ്പോൾ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന അവനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അവരുടെ ഒപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം. ഒരു കുട്ടിയുടെ വളർച്ചയിൽ പാരന്റ്സിന്റെ ടൈം ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടുതലാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അച്ഛനും അമ്മയും കൂടുതലായിട്ട് ശ്രദ്ധിച്ച് നല്ല കെയറിങ്ങോട് കൂടി വളർന്നു വരുന്ന കുട്ടികൾ അവർ അത്യാവശ്യം നല്ല ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള കുട്ടികളായിരിക്കും അല്ലെ. ഇപ്പോ എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനെയും കൂടി കെയർ ഉണ്ട്. അച്ഛനും അമ്മയും കൂടാതെ ഗ്രാൻഡ് പാരന്റ്സിനെയും കൂടി കെയർ കിട്ടുമ്പോൾ കുട്ടികൾ കുറച്ചും കൂടി ഡെവലപ്ഡ് ആവാണ് അല്ലെ. ഇമോഷണലി അവർ കൂടുതൽ ക്വാളിറ്റി സെക്യൂർ ചെയ്യണം. റെസ്പെക്ട് എങ്ങനെ ചെയ്യണം, മുതിർന്നവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, അതേപോലെ തന്നെ എങ്ങനെയാണ് ഷെയറിങ് ഹാബിറ്റ്. ഒരു സിംഗിൾ ഫാമിലിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ജോയിന്റ് ഫാമിലി കുട്ടികളിൽ ഈ ക്വാളിറ്റീസ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ഇമോഷണൽ ഡെവലപ്മെന്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. പിന്നെ സോഷ്യലബിൾ ആയിരിക്കും, സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ അവർക്ക് എങ്ങനെയാണ് സൊസൈറ്റിയിൽ പെരുമാറേണ്ടത്, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, ടീച്ചേഴ്സിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, ഇതൊന്നും അവർക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ട. അവര് വളർന്നു വരുന്ന സാഹചര്യങ്ങളിലൂടെ റൈറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് അവർക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഈ ക്വാളിറ്റീസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. ഓക്കെ, ഇനി അഫെക്ഷൻ ആണ്. അഫെക്ഷൻ ആരാ എടുത്തതെന്ന്? ഗോപികയായിരുന്നു. ഉണ്ടോ ആള്? ഇല്ല, കുഴപ്പമില്ല. ഒരാളൊന്ന് വായിക്കോ അഫെക്ഷൻ എന്താന്ന്? ആരെങ്കിലും ഒരാള് ആരെ വായിക്കണേരില്ല? വായിച്ചിട്ട് പറഞ്ഞാൽ മതി. അല്ല, ജസ്റ്റ് റീഡ് ചെയ്ത് പോയാൽ മതിയടാ. Okay. It is possibly the most important human emotion. It has a great influence on the child's total development, the growth and uncivilized, helpless baby to a civilized, effective human being. The rearing and education of a child depends largely upon the amount of affection he has from others, including his parents. Affection develops in a child a feeling of being wanted. He feels secure and his self-esteem grows, and with it grows the need to try out, to be adventurous, to take risks, to make mistakes, and learn through such experiences. An atmosphere of actual love helps the child also to develop love and concern for others. Learning in school also relies to a great extent on affection. People seek sympathy and warm treatment from their teachers. One of the characteristics of a good teacher, therefore, is his human quality, that he feels actively concerned about the pupils under his charge. The development of love in children is important for the development of a new society centered on cooperation and mutual love. Sympathy is another emotion which is reckoned much for the emotional development of a child as well as society. Thank you. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്, ഹ്യൂമൻ ഇമോഷനാണ് ഇത് അഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ചൈൽഡ് ഡെവലപ്മെന്റ്. കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് എന്തിനുണ്ട്? അഫെക്ഷൻ ഉണ്ട്. അഫെക്ഷൻ എന്താണ്? വാത്സല്യം അല്ലേ. നമ്മള് കൂടുതലായിട്ട് വാത്സല്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രോത്ത് ആൻഡ് സിവിലൈസ്ഡ് ബേബി ആയിട്ട് മാറാനായിട്ട് നമുക്ക് എന്താണ് അഫെക്ഷൻ വേണം. കാരണം കുട്ടിക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് ബീങ് വാണ്ടഡ്, നമ്മള് കുട്ടിയുടെ ഒപ്പം എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് കൊണ്ടുവരാൻ അഫെക്ഷൻ വേണം. കാരണം അഫെക്ഷൻ നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ് അല്ലെ. നമ്മൾ അഫെക്ഷനേറ്റ് ആയിട്ട് അവരോട് പെരുമാറാം. അവര് ഫീലിംഗ് ഓഫ് സെക്യൂർ, ഏറ്റവും കൂടുതൽ സെക്യൂറും ആയിട്ട് ഫീൽ ചെയ്യുന്ന എവിടെയാണ്? അവരുടെ ഫാമിലിയിലാണ്. അപ്പൊ അഫെക്ഷൻ നമ്മൾ പാരന്റ്സ് കുട്ടികളോട് പ്രകടിപ്പിച്ച് തന്നെ അവരെ വളർത്തിക്കൊണ്ട് വരണം. പിന്നെ കുട്ടികൾ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ചെയ്യും, അത് അവര് അതിൽ നിന്ന് എക്സ്പീരിയൻസ് നിന്ന് കാര്യങ്ങൾ ലേൺ ചെയ്തോളും. ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് ആക്ച്വൽ ലവ് ഹെൽപ്പ് ദ ചൈൽഡ് ഓൾസോ ടു ഡെവലപ്പ് ലവ്
എന്നുവെച്ചാല് ഈ ഒരു അറ്റ്മോസ്ഫിയറിലൂടെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ലവ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അഫഷനേറ്റ് ആവുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് കെയർ കാണിക്കേണ്ടത്, എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്നൊക്കെ കുട്ടികൾ മനസ്സിലാക്കി തന്നെ വളരും. അപ്പോ സിബ്ലിങ്സിനോടാവട്ടെ, ഇപ്പൊ നമ്മുടെ മൂത്ത കുട്ടിനോട് നല്ല അഫഷനേറ്റ് ആയിട്ട് പെരുമാറുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് അവള് രണ്ടാമത്തെ കുട്ടിനോട് അഫഷനേറ്റ് ആയിട്ട് തന്നെ പെരുമാറും. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മോളോട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് അതേപോലെയാണ് അവള് എന്താ പറയാ ഇളയ ആളോട് പെരുമാറുന്നത്. ഞാൻ കെയർ ഒക്കെ കൊടുക്കുക, പതുക്കെ പോണോട്ടാ, നോക്കി നടക്കണോട്ടാ, സൂക്ഷിച്ച് നടക്കണോട്ടാ. അപ്പൊ അവളും അത് പറയുന്നത് കേൾക്കാം. ഞാൻ അവളോട് അവളുടെ ചെറുപ്പത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത്, അവൾ എങ്ങനെയായിരുന്നു കെയർ ചെയ്തിരുന്നത്, അതേപോലെ അവൾ തിരിച്ച് അവനോട് കെയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബെറ്റർ ആയിട്ട് ഫീൽ തോന്നും. കാരണം അവള് അങ്ങനെ ആയല്ലോ, നല്ല കുട്ടി എന്ന് വെച്ചാൽ അവള് മാറി അഫഷനേറ്റ് ആയിട്ട് തന്നെ പെരുമാറും. നമ്മൾ എന്താണോ കുട്ടീനെ പ്രകടിപ്പിക്കുന്നത് അതേപോലെ ആയിരിക്കും കുട്ടി ലേൺ ചെയ്യുന്നത്. നമ്മൾ ഫാമിലിയിലായാലും ഇപ്പൊ ഹസ്ബൻഡും വൈഫായാലും നമ്മളിപ്പോ എന്താ പറയാ ഇഷ്ടവും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുക. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇതാണ് ലവ്, അല്ലെങ്കിൽ ഇതാണ് എന്താ പറയാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും. അല്ലെങ്കിൽ നമ്മളെപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഫാമിലി റിലേഷനോട് തന്നെ താല്പര്യം ഇല്ലാതെ തോന്നും. ഇന്നത്തെ കുറെ ആൾക്കാർ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഫാമിലി അല്ലെങ്കിൽ മാരേജിനെ സപ്പോർട്ട് ചെയ്യാത്തൊരു ജനറേഷൻ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. മാരേജിന്റെ അവര് ഡിസഡ്വാൻറ്റേജ് മാത്രം കണ്ടിട്ട് മാരേജിനെ കുറിച്ചിട്ട് അവരെ സപ്പോർട്ടേ ചെയ്യുന്നില്ല. മാരേജ് വേണ്ടെന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് പ്രശ്നമാണ്. അപ്പോ നമ്മൾ നല്ല അഫഷനേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കുട്ടികളോട് പെരുമാറാം. നമ്മൾ ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് ആക്ച്വൽ ലവ് ഹെൽപ് ദ ചൈൽഡ് ഓൾസോ ടു ഡെവലപ്പ് ലവ് ആൻഡ് കൺസേൺ ഫോർ അതേഴ്സ്. ഒരു ആക്ച്വൽ ലവിന് ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ അവിടെ കൊടുക്കണം, എന്നാൽ മാത്രമേ കുട്ടികൾക്ക് ലേൺ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ലേണിംഗ് ഇൻ സ്കൂൾ ഓൾസോ ലീഡ്സ് ടു ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഓഫ് ആൻ അഫെക്ഷൻ. കുട്ടികൾ സ്കൂളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് അഫെക്ഷൻ പഠിക്കുന്നുണ്ട്. പീപ്പിൾ സീക്ക് സിമ്പതി, വാം ട്രീറ്റ്മെന്റ് ഫ്രം ദർ ടീച്ചേഴ്സ്. കുട്ടികൾ ആഗ്രഹിക്കുന്ന എന്താണ്, ടീച്ചറിൽ നിന്ന് സിമ്പതി, നല്ല രീതിയിൽ ടീച്ചേഴ്സ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. വൺ ഓഫ് ദ characteristics of a good teacher therefore is his human quality. നമ്മളുടെ സിമ്പത്തറ്റിക് ആയിട്ട് വേണം നമ്മൾ എല്ലാ കുട്ടികളെയും മോരിയെ പോലെ ട്രീറ്റ് ചെയ്യണം. നമ്മുടെ പീപ്പിൾസിനോട് നല്ല സ്നേഹത്തോട് നല്ല കെയറിംഗ് ആയിട്ട് വേണം നമ്മുടെ കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഡെവലപ്മെന്റ് ഓഫ് ലവ് ഇൻ ചിൽഡ്രൻ ഇമ്പോർട്ടൻറ്റ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ദ ന്യൂ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റി, പുതിയൊരു സൊസൈറ്റിയുടെ ഡെവലപ്മെന്റായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്, ഡെവലപ്മെന്റ് ഓഫ് ലവ് എന്ന് പറയുന്നത്. നല്ല കോപ്പറേഷനും മ്യൂച്വൽ ലവും കാര്യങ്ങളൊക്കെ കുട്ടികളിൽ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. Sympathy is another emotion which is required much for the emotional development of the child as well as society. നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സിമ്പതി എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ അത്.
ഓക്കെ ട്ടോ. അപ്പൊ അഫെക്ഷൻ എന്താന്ന് മനസ്സിലായല്ലോ. ഇനി ഹ്യൂമർ. നമ്മള് എന്താ പറയാ, ഹ്യൂമൻ ബീങ്സിനെ അനിമൽസിനോട് സെപ്പറേറ്റ് ചെയ്ത വൺ ഓഫ് ദ മെയിൻ ഇമോഷൻ ആണ് ഇത് ഹ്യൂമർ എന്ന് പറയുന്നത് അല്ലെ, തമാശ അല്ലെ. നമുക്ക് സോഷ്യൽ ഇമോഷൻസ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. എല്ലാവർക്കും ഹ്യൂമർ ആപ്ലിക്കബിൾ ആവണമെന്നില്ല അല്ലെ. ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ തമാശ പറയാനായിട്ട് പറ്റണമെന്നില്ല. നമ്മള് പണ്ട് ഇവിടെ മോണ്ടിസോറിയിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഷെറീന മിസ് എന്നാണ് പേര്. പുള്ളിക്കാർക്ക് നല്ല രീതിയിൽ തമാശ കൈകാര്യം ചെയ്തിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ഒട്ടും പറ്റില്ല ഇമോഷൻസ്. തമാശ പറഞ്ഞ ഒരാളെ ചിരിപ്പിക്കാന്ന് വെച്ചാൽ നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ എനിക്കിത് പറ്റില്ല, കാരണം ഞാൻ കുറച്ച് ഇത്തിരി എയർ പിടിച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും പറ്റണമെന്നില്ല. ഇപ്പൊ നമ്മൾ ജഗദീഷ് ശ്രീകുമാർ, അതേപോലെ തന്നെ ജഗദീഷ്, ചിലവര് അവര് തമാശ ചെയ്യുമ്പോൾ നല്ല രസമാണ്. അതേപോലെ തന്നെ കൽപ്പന, സ്ത്രീ കഥാപാത്രങ്ങളിൽ കുറച്ചു പേർക്ക് മാത്രമാണ് തമാശ കുറച്ചും കൂടി വളരുന്നത് അല്ലെ. ഉർവശി ചെയ്യാറുണ്ട്, എന്നാലും ഓക്കെ. ഹ്യൂമർ കുറച്ചും കൂടി നല്ല രസമാണ്. ഹ്യൂമർ അതേപോലെ നമ്മള് ചിരി, നമ്മൾ പറയില്ലേ ചിരി നന്നായിട്ട് ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുസ് കൂടുന്ന, അങ്ങനെ പറയാറില്ലേ. അപ്പൊ കോൺഫ്ലിക്റ്റും ടെൻഷനും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയും കുറയ്ക്കാൻ ഈ തമാശയും ചിരിയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിലാക്സേഷൻ ആൻഡ് ജോയ് കൊണ്ടുവരും. നമ്മൾ കുറച്ചു നേരം നമ്മളൊന്ന് എന്തെങ്കിലും ഒരു പഴയ ഫിലിം, ഇത് നല്ല ഭയങ്കര ടെൻഷൻ ആണെങ്കിൽ പഴയ ഏതെങ്കിലും ചെറിയൊരു ഫിലിം അല്ലെങ്കിൽ തമാശയുള്ള ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കും. അത്രയും നേരത്തേക്കാണെങ്കിൽ പോലും നമ്മളുടെ ടെൻഷൻ നമ്മളൊന്ന് മറന്നുപോലെ ഒരു ഹാപ്പിനെസ് ആണ് നമുക്കത്. അല്ലെങ്കിൽ ഒരു they give chance for self criticism and improve one's behavior. സെൽഫ് ക്രിറ്റിസിസം അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത്. ഹ്യൂമർ ആൻഡ് ലവർ ഭയങ്കരമായിട്ട് നല്ലൊരു കാര്യമാണ്. തമാശ പറയുന്നത് ഇപ്പൊ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അതിലൊരു ടീം ഒരു വ്യക്തി തമാശയിൽ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും ശരിക്കും. അപ്പൊ അത്രയും നേരം നമ്മൾ ടെൻഷൻ കുറച്ച് കുറയ്ക്കാൻ പറ്റും. ടെൻഷൻ നമുക്ക് ഒരു പരിധി വരെയും എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഫീലിംഗ് ആണ്. ആരാ വായിക്കുന്നത്? ഹസ്ന വായിച്ചോളാം. Human laughter. This separates human from animals. There are social emotions which greatly influence our routine daily work. Humor and laughter help in controlling conflicts and tensions. They lead to tolerance, relaxation, and joy. They give chances for self-criticism and improvement in one's behavior. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫിയർ എന്ന് പറയുന്ന സംഭവം കേട്ടോ. എ പേഴ്സൺ ഈസ് ഫിയർ tries to turn his back from the object of fear. നമ്മൾ സാധാരണ എന്താ ചെയ്യാ, നമുക്ക് പേടിയുള്ള കാര്യത്തിൽ നമ്മൾ മാറി നിൽക്കും അല്ലെ, അല്ല ചെയ്യാം. ഇറ്റ് ഓഫ്റ്റൻ പ്രൊട്ടക്ട് എ പേഴ്സൺ ഫ്രം ഡിസാസ്റ്റർ ഹാം. ഇപ്പൊ നമ്മൾ കുട്ടികളോട് തീരെ തൊടരുത്, അത് പറഞ്ഞ് പേടിപ്പിച്ച് കുട്ടിയുമ്പോൾ ഒരു പരിധി വരെയും ആ ഒരു ഡിസാസ്റ്റർ സംഭവിക്കാതെയൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ fear which are not realistic may be overcome by awareness of unreality. ചിലപ്പോൾ ഫിയർ ശരിക്കും നോട്ട് റിയലിസ്റ്റിക് ആയിരിക്കും, പക്ഷെ ഇത് കുട്ടിയുടെ മൈൻഡിൽ അതങ്ങോട്ട് ഇതാവും. രാത്രി ഇരുട്ടത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് പറയില്ലേ, കുഞ്ഞായിരിക്കുമ്പോ രാത്രി ഇരുട്ടത്ത് പോകരുത്, പോകാശി പിടിച്ചോണ്ട് പോകും. പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ ഇരുട്ടിനോടുള്ള ഭയം കൂടുകയാണ്. എന്റെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹൈറ്റിനോടുള്ള ഭയം അമ്മയായിട്ട് എനിക്ക് തന്നതാണ്. കാരണം നീ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും താഴത്തേക്ക് വീഴുമെന്ന് പറഞ്ഞ് എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അപ്പോ a child who has developed certain fear because he suffers from lack of affection required affection or acceptance. ഈ കൂടുതലായിട്ട് കുട്ടികളിൽ ഫിയർ കാണുന്നവർക്ക് അഫെക്ഷനും അക്സെപ്റ്റൻസും കിട്ടാതെ വരുന്ന കുട്ടികളാണ്. Educational programs and other activities hence should try to provide concentrate facilities and experience so that children and other may save avoidable fears. ഇപ്പൊ നമ്മുടെ മെബിയുടെ ഒക്കെ ഫിയർ ആണെങ്കിൽ നമുക്ക് അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിയറും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. നമുക്കൊരു പരിധി വരെയും അത് അവോയ്ഡ് ചെയ്യാം. സ്റ്റേജ് ഫിയർ ഒക്കെ വരാൻ കാരണം എന്താണ്, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓരോ ഫെസ്റ്റിവൽസിനും ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ടൈമും കാര്യങ്ങളും അലോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പരിധി വരെയും സ്റ്റേജ് ഫിയർ നമുക്ക് കുറയ്ക്കാനായിട്ട് എവിടെ പറ്റും. ഇനി വരുന്നത് ഏത് സെലിബ്രേഷൻ ആണ്? ക്രിസ്മസ് സെലിബ്രേഷൻ. ഓക്കെ, ക്രിസ്മസ് സെലിബ്രേഷൻ 22nd പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല മിസ്. 22nd നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ 22nd ക്രിസ്മസിന്റെ സെലിബ്രേഷൻ. കാരണം 23rd ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെലിബ്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോ
സെക്കൻഡ് ദിശാംസ് ആണ്. ഓക്കെ, അപ്പോ അന്ന് നിങ്ങൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാം. ഈ സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഫിയർ ഒരു പരിധിവരെയും കുറയ്ക്കാൻ ശ്രമിക്കണം. കേട്ടല്ലോ? മിസ് എല്ലാരെയും നിർബന്ധിക്കുന്നുണ്ട് മിസ്, പക്ഷെ ആരും വരുന്നില്ല. എല്ലാരോടും ഞങ്ങൾ പറയുന്നുണ്ട് വരണം, പരിപാടി ചെയ്യണം. ഇനിയിപ്പോ ലാസ്റ്റ് സെലിബ്രേഷൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഡയറക്റ്റ് നമ്മുടെ മറ്റേത് മാത്രമേ ഉള്ളൂ, കോൺവെക്കേഷന്റെ പ്രോഗ്രാമേ ഉള്ളൂ. ആണോ? വേറെ ഫെസ്റ്റിവലൊക്കെ അറിയാം? അതിന് മുമ്പ് ക്രിസ്മസിന്റെ സെലിബ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ സെലിബ്രേഷൻ അതല്ലേ ഉള്ളൂ മിസ്. ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടോ മാം? രണ്ടും കൂടി ഒരുമിച്ചാണ്. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഒരുമിച്ച്. പിന്നെ ഡിസംബറിൽ എക്സാം ടേം 1 വരുന്നു പറഞ്ഞു. പ്രാക്ടിക്കല് അതിന് പിന്നെ ഇത് ഇല്ലല്ലോ മിസ്, പ്രോഗ്രാംസ് ഇല്ലല്ലോ. അല്ലടാ, ജാനുവരി ഒക്കെ കഴിയും തോന്നുന്നുണ്ട്. പ്രാക്ടിക്കൽ എക്സാമിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അയ്യോ, ടേം 1 എക്സാം ഡിസംബറിൽ ഡൗട്ട് പറഞ്ഞു മിസ്. അതിരാ മിസ്? അല്ലടാ, ഡിസംബർ അല്ലെങ്കിൽ ജാനുവരി എന്നാ പറഞ്ഞു. ജാനുവരിയിൽ ഉറപ്പിച്ചിട്ടൊന്നും ജാനുവരിയിലായിരിക്കും. ഓക്കെ, ഏത് ബാച്ചാണെന്നാ പറഞ്ഞത്? ഏതാണ് സ്റ്റാർട്ടിങ്? ഏതാണ്? MT 15 അല്ല, മന്ത് സ്റ്റാർട്ട് ചെയ്ത മന്ത് ജൂൺ ജൂലൈ ജൂൺ ജൂൺ തുടങ്ങി എന്ന് പറഞ്ഞാൽ ജൂലൈ ജാനുവരിയിലേക്ക് ആയിരിക്കും എക്സാം. എപ്പോഴാണ്? ജാനുവരിയിലായിരിക്കും എക്സാം, ടേം 1 എക്സാം. ജാനുവരി കഴിഞ്ഞാല് നിങ്ങള് ക്രിസ്മസ് വിഷുവിനും സെലിബ്രേഷൻ ഉണ്ടാവും. ഓക്കെ, ടേം 1 ഞങ്ങൾ ഏപ്രിലും ഉണ്ടാവും. ഏപ്രിൽ ഉണ്ടാവും. കാരണം ടേം 1 കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള സെഷൻ ഉണ്ട് നമുക്ക് പഠിക്കാൻ. അതാണ് മിസ് കോൺവെക്കേഷൻ ഉണ്ടാവണം. ഓക്കെ, ഏപ്രിൽ ചിലപ്പോ എക്സാമിന് മുമ്പൊക്കെ ആയിട്ടായിരിക്കും. അപ്പൊ ചിലപ്പോൾ സെലിബ്രേഷൻ അലൗ ചെയ്യില്ല കേട്ടോ. വെച്ചാൽ നമ്മൾ ലാസ്റ്റ് പോർഷനിലേക്ക് ഒക്കെ വരുമ്പോൾ സാധാരണ സെലിബ്രേഷൻ കൊടുക്കാറില്ല. അതൊരു പ്രശ്നമാണ്. കാരണം ലാസ്റ്റ് ഇപ്പൊ നവംബർ 1 നിങ്ങൾ എല്ലാവരും സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തില്ലേ? പക്ഷേ ഇവിടെ MT 10ഉം MT 11ഉം ആ സമയത്ത് പോർഷൻ തീർക്കുന്ന ടൈമായിരുന്നു. എക്സാമിന്റെ ഒക്കെ ടൈം അടുത്തിരിക്കുകയായിരുന്നു. അപ്പൊ അവർക്ക് മാത്രം സെലിബ്രേഷൻ കൊടുത്തില്ല. അങ്ങനെ പോർഷൻ തീർക്കേണ്ട ടൈം ആണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് സെലിബ്രേഷൻ ആണെന്ന് വിചാരിച്ചാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തോ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബാച്ചിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാംസിനെ കുറിച്ച് അവരുടെ അഭിപ്രായമൊക്കെ പറയും, നല്ല ബാച്ച് ആണെന്നൊക്കെ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ MT8നെ കുറിച്ച് പറഞ്ഞില്ലേ? അത് അവര് ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അവരെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോ നല്ല രീതിയിൽ പെർഫോം ചെയ്യാട്ടെ ക്രിസ്മസിനെ. അപ്പൊ ഫിയറിനെ കുറിച്ച് പറഞ്ഞത് മാക്സിമം അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിയറും കാര്യങ്ങളും നമ്മളത് വീണ്ടും ചെയ്യുന്നതിലൂടെ ഫിയർ ഒക്കെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. സ്റ്റേജ് ഫിയർ ആണ് നമ്മളെ സംബന്ധിച്ച് സ്റ്റേജ് ഫിയർ ആണ്, അത് മാറ്റിയെടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങളിൽ നമ്മൾ ഇൻജെക്ട് ചെയ്യുന്ന ഫിയർ നമ്മളത് മാറ്റിയെടുക്കാൻ വേണ്ടി. ഇനി നെക്സ്റ്റ് ഇമോഷനാണ് ആങ്കർ അല്ലേ? ആങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവരിഡേ നമ്മുടെ ലൈഫിൽ വരുന്നതാണ്. ആരൊക്കെയാണ് അവിടെ പെട്ടെന്ന് ദേഷ്യം വരുന്ന അമ്മമാര്? കുട്ടി എന്ത് പറഞ്ഞാലും ദേഷ്യം വരുന്ന അമ്മമാര്? അനുമോളാ? കണ്ടാ പറയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഞാൻ എന്റെ കുട്ടിയോട് എപ്പോഴും ഷൗട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ തന്നെ ഇരുന്ന് നോക്കും, ദൈവമേ ഞാൻ ഇങ്ങനെയായി പോയെന്ന്. ഷൗട്ട് ചെയ്യാൻ തോന്നുന്ന സമയത്തില്ല. അപ്പൊ ഒരു ബ്രീത്ത് ഔട്ട് എടുക്കാം. എനിക്ക് ദേഷ്യം വരില്ലേ, ദേഷ്യം വന്നാൽ ഇമോഷണലി അഫക്ട് ചെയ്യുമല്ലോ എന്നൊക്കെ വിചാരിക്കും. ഇപ്പൊ നമ്മള് ക്ലാസ്സൊക്കെ കേട്ടില്ലേ? അപ്പൊ അവരെങ്ങനെയാണ് ഇമോഷണലി അഫക്ട് ചെയ്യുന്നത് മനസ്സിലായില്ല. അപ്പൊ നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാം. ഓക്കെ, കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ അവരോട് നല്ല രീതിയിൽ അത് പ്രകടിപ്പിക്കണം. ഓക്കെ അല്ലേ? എനിക്ക് ആദ്യം ഭയങ്കര ദേഷ്യമൊക്കെ വരുമായിരുന്നു കേട്ടോ. എന്റെ കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വികൃതികളാണ്. ഓരോന്ന് വിശ്വസിച്ചിട്ട് എനിക്ക് ദേഷ്യം വരും, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പൊ മാക്സിമം നമ്മൾ കുട്ടികളോട് ദേഷ്യം നേരിട്ട് പ്രകടിപ്പിക്കുന്നത്. ചിലര് വഴക്ക് പറയും, തല്ലും, ബീറ്റ് ഒക്കെ ചെയ്യും. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാൻ നോക്കാം. നമ്മളുടെ ദേഷ്യം നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കാം. എന്താ പ്രശ്നം പറ്റുന്ന വെച്ചാൽ നമ്മൾ അവരോട് ദേഷ്യപ്പെടുമ്പോൾ അവര് അവരുടെ സിബ്ലിങ്സിനോടും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോടും അതേപോലെ ആയിരിക്കും പെരുമാറുന്നത്. അഡൽട്സിനെ കോപ്പി ചെയ്യാനാണ് കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം അല്ലെ? ഞാൻ ചിരിച്ചോണ്ട് വഴക്ക് പറയുക. ചിരിച്ചോണ്ട് തന്നെ വഴക്ക് പറയൂ. പിന്നെ പേടിക്കില്ല. അതെ, എന്റെ മോനെ ഞാൻ വഴക്ക് പറഞ്ഞ അവർക്ക് അവനും പേടിയില്ല. മോനെ മതി മോളെ മതി. ഞാൻ വഴക്ക് പറഞ്ഞ അവർ ചിരിച്ചോണ്ടിക്കോളും. എന്തൊരു പേടിയില്ല മിസ്സേ.
പേടിയില്ല, വഴക്ക് പറഞ്ഞോണ്ടേ ഇരിക്കും, അവരവരുടെ രീതിയിൽ കൊണ്ടിരിക്കും. ഇവിടെയും അതേ സെയിം ആണ്. പിന്നെ മൂത്താള് ഞാനും തമ്മിൽ ഇപ്പൊ വഴക്കാണ് മിക്കപ്പോഴും. കാരണം ഇയാള് ഞാൻ സ്കെയില് കൊണ്ടേ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ ഇത്രയും ദിവസം നിന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ലേ സ്കെയിൽ, ഇന്നലെ ഒരു വഴക്ക് കഴിഞ്ഞുള്ളൂ. 9th ആണ് മിസ് മൂത്താള്. വലിയ കുട്ടിയാണല്ലോ, ടീനേജിലേക്ക് കടന്നിരിക്കുക. ആ സമയത്ത് വഴക്ക് കൂടാൻ പറ്റാത്തൊരു പ്രായം. നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നിന്ന്. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? ആൺകുട്ടിയാണ് മിസ്. രണ്ടുപേരും ടീനേജിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ടൈമാണ്. അതെ അവരോട് വഴക്ക് പോലെ പോരുത്, നല്ല ഫ്രണ്ട്ലി ആയിട്ട്. പഠിക്കാനും കുറെ ഉണ്ട് അവർക്ക്. പക്ഷെ എന്നാലും ഞാൻ സാധാരണ പിണങ്ങിയിട്ടൊന്നും വിടാറില്ല എക്സാമിന്. ഇന്നലെ പെട്ടെന്ന് എന്തോ ആ സ്കെയിലിന്റെ പേരാണെങ്കിലും സംസാരിക്കുമ്പോ പെട്ടെന്ന് ഭയങ്കര ദേഷ്യമായി. അങ്ങനെ വഴക്കായി. ഇവിടെ അതെ മാം, മോന് 8ാം ക്ലാസ്സിലാണ്. അവൻ ഇപ്പൊ മലക്ക് പോയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ആ ടൈമില് വസ്ത്രം മാറിയ ടൈമില് അടിക്കാൻ പാടില്ല അങ്ങനൊക്കെ പറയാലോ. അപ്പൊ പഠിക്കാൻ പറഞ്ഞാലൊന്നും തീരെ കേൾക്കില്ല. അപ്പൊ അവൻ എന്താ വിചാരിക്കാന്ന് അറിയാം, അടിക്കാൻ പാടില്ലല്ലോ, ആ ധൈര്യത്തിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാനിങ്ങനെ ദേഷ്യം വന്നാലും ഇങ്ങനെ കടിച്ചമർത്തി ഇങ്ങനെ ഇരിക്കും. പക്ഷെ എനിക്കില്ലേ അവരുടെ പ്രത്യേകത എന്താണെന്നറിയാം, ആൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വയ്യാതായാലും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അവനാണ്, എത്ര അടിച്ചാലും. ഓക്കെ, ഞാനിപ്പോ രണ്ടുപേരും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 2 കുട്ടികളാണ്, ആൺകുട്ടിയും പെൺകുട്ടിയും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, രണ്ടുപേരും വഴക്ക് പറഞ്ഞാൽ അവരെന്ന് ചിരിച്ചു കാണിക്കും. പിന്നെ അല്ലെങ്കിൽ ഞാൻ വഴക്ക് പറയുമ്പോ, വഴക്ക് പറയാൻ പോവാന്ന് പറയുമ്പോ തന്നെ മനസ്സിലാക്കും എന്തെങ്കിലും കുരുത്തക്കേട് വെച്ചിട്ടുണ്ടാവും. കുട്ടികളല്ലേ ഞങ്ങള്, ചെറുതല്ലേ, വലുതാകുമ്പോ മാറിക്കോളൂ. അപ്പൊ ഞാൻ പറയും, ആ ശരി ചെറുതാ, വലുതാകുമ്പോ മാറിക്കോളും. ഇത് തന്നെ റിപ്പീറ്റിൽ എന്താണ് ആവർത്തിക്കുകയാണ്. പക്ഷെ ഞാൻ വഴക്ക് പറഞ്ഞാൽ അവര് ആരും കരയില്ല, ഒരു മൈൻഡും കൂടി ഇല്ല. പക്ഷെ ഹസ്ബൻഡ് ഒന്ന് ഇപ്പൊ പേര് വിളിക്കുള്ളൂ അവളെ, ആ ടോണിൽ വരുന്ന വ്യത്യാസം അവളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. ഇപ്പൊ കുഞ്ഞുന്ന് വിളിക്കണേ, കുഞ്ഞിപ്പേടെന്ന് വീട്ടിൽ വിളിക്കണേ, അപ്പൊ കുഞ്ഞൂന്ന് ആ ഷൗട്ട് ചെയ്ത് വിളിയുണ്ടല്ലോ, ഒരു ഒത്തിരി പിച്ച് കൂട്ടിയിട്ട് കുഞ്ഞൂന്ന് വിളിക്കുമ്പോഴേക്കും ആള് പേടിച്ച് നിന്നോട് നിൽക്കും, വിറയ്ക്കും നിന്ന്. അത്രയും പേടിയാണ് ആൾക്ക് അച്ഛനെ. പക്ഷെ അച്ഛൻ വഴക്ക് പറഞ്ഞാലും, മാഷ് വഴക്ക് പറഞ്ഞാൽ അവൾ എന്റെ അടുത്തേക്ക് വന്നിട്ടായിരിക്കും കരയുന്നത്. ഞാൻ കുറച്ച് കെയറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് നേരം എന്നോട് സ്നേഹം കാണിക്കും, വീണ്ടും തിരിച്ച് പോകൂട്ടോ. അത് വേറെ കാര്യം. അച്ഛനും കൂടെ തമ്മിലുള്ള ബോണ്ട് വേറെയാണ്, നമ്മൾ അതിന്റെ ഇടയിൽ വരാൻ പാടില്ല. അബ്രണാമിന്റെ അവിടെ ഇടിവെട്ടി ഉണ്ടോ? ഞാൻ പുറത്ത് കേൾക്കുന്നതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ആ മിസ് ഉണ്ട് കേട്ടോ, മുകളില് ഇടിവെട്ടി ഉണ്ട്, നമുക്കുണ്ട്. മഴ വരാൻ പോവാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ 2 ദിവസമായി മഴ പറ്റിക്കുന്നു മിസ്. തുണി നനഞ്ഞിരിക്കുകയാണ്, മാറ്റാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് ഇന്നലെ മഴയുണ്ടായിരുന്നു. ഇവിടെ മഴയാണ്. നിങ്ങൾ എവിടെ? ട്രിവാൻഡ്രോ? തൊടുപുഴ. ഇവിടെ മിസ് ദൃശ്യം സിനിമ ഷൂട്ടിങ്. പിന്നെ മാത്രമല്ല മോഹൻലാലിന്റെ ഒപ്പം അനുമോളുടെ ഹസ്ബൻഡ് സെൽഫി ഒക്കെ എടുത്തോട്ടെ മിസ്. അനുമോള് എടുക്കാൻ പറ്റും സാർ. ഒരു സൈറ്റ്, ഹസ്ബൻഡ് ഇങ്ങനെ ഇന്റർലോക്കിന്റെ ബിസിനസ് ആണ്. അപ്പം ആശീർവാദ് തിയേറ്റർ ഉണ്ടല്ലോ നമ്മുടെ മോഹൻലാലിന്റെ തൊടുപുഴയില്, അപ്പൊ അവിടെ വർക്ക് കിട്ടിയപ്പോ അങ്ങനെ കാണാൻ പറ്റി. അന്നേരം സെൽഫി എടുക്കാൻ പറ്റി. ഞാൻ കോട്ടയം കൊടുപുള്ളിയായിരുന്നു അല്ലേ? കോട്ടയം. ഓക്കെ, ഡിഫറെന്റ് പ്ലേസ് എന്നുള്ള ആൾക്കാർ ഒരുമിച്ച് വന്നിരിക്കണേ. ഞങ്ങൾക്ക് ഇവിടെ മഴ വരുമെന്ന് തോന്നുന്നുണ്ട്. റേഞ്ച് ഇങ്ങനെ പോയാലേ പ്രശ്നമുള്ളൂ നമുക്ക്. റേഞ്ച് ഇഷ്യൂ വന്നാലേ പ്രശ്നമുള്ളൂ. അപ്പൊ ആങ്കർ ദേഷ്യം നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം, മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കാം. ഇപ്പൊ നമുക്കൊരു സാഹചര്യം വരാണ്, ഇപ്പൊ ഹസ്ബൻഡിനോടായാലും നമുക്ക് ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് ലൈഫിൽ എങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മാക്സിമം നമ്മൾ കുട്ടികളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാതിരിക്കാം. നമുക്കറിയാൻ പറ്റുള്ളൂ, നമ്മൾ ആ ടോപ്പിക് ഡിസ്കസ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഉള്ള സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം കുട്ടികളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വഴക്ക് കൂടാനൊക്കെ നിൽക്കുക. വഴക്ക് കൂടണ്ടെന്നൊന്നും പറയില്ല, വഴക്കൊക്കെ കൂടി തന്നെ പോണം. അപ്പൊ മാക്സിമം കുട്ടികളുടെ മുമ്പിൽ നിന്ന് നമ്മളത് കുറച്ച് ദേഷ്യപ്പെടുമ്പോൾ മാത്രം കാരണം കുട്ടികൾക്ക് അത് പേടിയാവും അല്ലെ, കുട്ടികൾക്ക് അത് വിഷമവും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം അവരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ നോക്കാം, ഈ ദേഷ്യം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, there are many circumstances in everyday life for crucial of anger. നമുക്ക് ദേഷ്യം വരാനുള്ള കാരണത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. Causes of anger are varied and innumerable. ദേഷ്യം വരാനായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാര്യങ്ങൾ വരും അല്ലെ. നമുക്ക് ചുമ്മാ ദേഷ്യം വരും. പിന്നെ സ്ത്രീകളെ പറയുകയാണെങ്കിൽ ഡേറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ ഉറപ്പായിട്ടും ദേഷ്യം വരും. എനിക്കിപ്പോ ദേഷ്യം വരുന്ന സമയത്താ. ഞാൻ ഇങ്ങനെ
ഡേറ്റിനോട് ഞാൻ ഡേറ്റ് ഒക്കെ ആവാറാവുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എന്തിനാണ് ദേഷ്യം വന്നതെന്ന് പോലും മനസ്സിലാവില്ല, അങ്ങനെ ദേഷ്യം വരും. അതെന്റെ പ്രശ്നമാണ്. കരച്ചിട്ട് വരും മിസ്സേ. ചുമ്മാ ആവശ്യമില്ലാത്തതിനൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും. മിസ്സിന്റെ മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും അതേ പ്രശ്നമുണ്ട്. പീരീഡ്സിന്റെ ടൈമിലായിരിക്കും ദേഷ്യം. മാം ഭയങ്കര ദേഷ്യമായിരിക്കും. അടുത്തേക്ക് ആര് വരണ പോലും ഇഷ്ടമല്ല. അത് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ഓക്കെ, എനിക്കിപ്പൊ ദേഷ്യം വരുന്ന സമയം വരുന്നത് ഞാൻ വീട്ടിൽ നിന്നിട്ട് പറയും എനിക്ക് വെറുതെ ദേഷ്യം വരാണ്, ഡേറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഡേറ്റ് ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നോർമലി അങ്ങനെ വരുന്നതാണ്. അപ്പൊ നമ്മൾ ആ ദേഷ്യം നമ്മൾ കുട്ടികളോട് പ്രകടിപ്പിക്കാതിരിക്കാം. അപ്പം അവരൊക്കെ ചോദിക്കും അമ്മ എല്ലാ ദിവസവും കുഴപ്പമൊന്നുമില്ലല്ലോ, ഇന്നെന്താ അമ്മയ്ക്ക് പറ്റിയത്? നമ്മൾ ചിലപ്പോൾ അവര് കോമൺലി ചെയ്യുന്ന കുരുത്തക്കേടും കാര്യങ്ങളായിരിക്കും. പക്ഷെ ഈ ഒരു പ്രശ്നം ഈ ഒരു ടൈമിൽ ചിലപ്പോൾ നമ്മൾ അവർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. നമ്മൾ അവരോട് പ്രതികരിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. ഓക്കെ മിസ്, ഞാനുണ്ടല്ലോ, ഞാൻ കുറച്ചു നേരം ദേഷ്യപ്പെട്ട് കഴിയുമ്പോ അവര് പിന്നെയും അനുസരിക്കാതിരിക്കുമ്പോ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഞാൻ കാര്യങ്ങളുണ്ടല്ലോ, മോക്കാണെങ്കിൽ പെട്ടെന്ന് ഫീൽ ആവുന്നുണ്ട് അമ്മ കാര്യം. പക്ഷെ മോനാണെങ്കിലുണ്ടല്ലോ, അവൻ മൈൻഡേ ചെയ്യില്ല. ഞാൻ കരഞ്ഞാലും അവന് നോ പ്രോബ്ലം. അവൻ അപ്പൊ പിന്നെ അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പെൺകുട്ടികൾക്ക് പെട്ടെന്ന് സങ്കടം വരും. നോക്കാട്ടാ. Some of them may be rejection of the child wish. കുട്ടികൾക്ക് എപ്പോഴും ദേഷ്യം വരുന്ന നമ്മൾ അവരുടെ വിഷ് അവരുടെ ആഗ്രഹം സാധിക്കാതെ വരുമ്പോഴാണ്. ഡിഫിക്കൽട്ട് അസൈൻമെന്റ് ബിയോണ്ട് ഡിസബിലിറ്റി ട്രൈസ് സം ജോബ്സ്. അവർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ടാസ്കും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അൺഇൻട്രസ്റ്റിംഗ് ലെസൺ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോഴായിരിക്കും കുട്ടികൾക്ക് ദേഷ്യം വരുന്നത്. സോഷ്യലി കണ്ടുപിടായിരിക്കും. ഇന്റർഫിയറൻസ് വിത്ത് സെറ്റ് ഓഫ് ഹാബിറ്റ്സ്. അവരുടെ ഹാബിറ്റിൽ ഇന്റർഫിയർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരും. റിയൽ ആൻഡ് ഇമാജിനറി ഫേവറിറ്റിസം ഓൺ ദ പാർട്ട് ഓഫ് ദ പാരന്റ്സ് ഓഫ് ടീച്ചേഴ്സ്. നമ്മളിപ്പോ ഇളയാളെന്ന് കൊഞ്ചിക്കുമ്പോ മൂത്താൾക്ക് ചിലപ്പോൾ ദേഷ്യം വരും. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ, അവനെയുള്ള ഇഷ്ടം എന്നെ കയ്യിലെടുക്കുന്നില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് വരും. പിന്നെ ടീച്ചേഴ്സ് നമ്മള് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടാവും ടീച്ചർമാർക്ക് എപ്പോഴും പെൺപിള്ളേരോടാണ് ഇഷ്ടം, ആൺപിള്ളേരെ ഇഷ്ടമല്ല എന്നൊക്കെ, അല്ലെങ്കിൽ ആൺപിള്ളേരാണ് ഇഷ്ടം പെൺപിള്ളേർ ഇഷ്ടമല്ല എന്നൊക്കെ. അപ്പൊ ഇമാജിനറി ആയിട്ടുള്ള ഫേവറിറ്റിസും കാര്യങ്ങളും കുട്ടികൾക്ക് ദേഷ്യം വരാനുള്ള ചാൻസ് ആണ്. അറ്റാക്ക് ഓൺ സെൽഫ് റെസ്പെക്ട്. കുട്ടികളുടെ സെൽഫ് റെസ്പെക്ടിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ ഷൗട്ട് ചെയ്യും. ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിന് മുമ്പിൽ അവരെ വഴക്ക് പറയുക എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഫിസിക്കൽ ഇൽനെസ്, അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വിശപ്പ് വന്നാല്, എന്റെ മോള് വിശന്നാ പിടിച്ചാൽ കിട്ടൂല, ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവൾ വിശന്ന് കഴിഞ്ഞാല് അവൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ഭയങ്കര കരച്ചിലും ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. It should be noted that planning a lesson should be considered children's interest. നമ്മൾ കുട്ടികളെ ആ ഇൻട്രസ്റ്റ് കൂടി കൊണ്ടുവരുന്ന രീതിയിൽ വേണം നമ്മളൊരു ലെസൺ പ്ലാൻ ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെസൺ നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ബോറിംഗ് ആയിട്ടൊരു ചാപ്റ്ററാണ്. തോന്നിയാ നിങ്ങൾക്ക് അങ്ങനെ? കുഴപ്പമില്ല മിസ്. അതെന്താ തോന്നാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇതിനെ കുറിച്ച് പഠിച്ചു. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അഫെക്ഷൻ, ഹ്യൂമർ, ഫിയർ, ആങ്കർ, സാഡ്നെസ്, അതേപോലെ ഹാപ്പിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടാണ് ഞാൻ ഈ പോർഷൻ എടുക്കുന്നത്. സോ അത് ഞാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് എന്റേതായ കുറച്ച് ട്രിക്സ് ആണ് എന്ത് സെമിനാറൊക്കെ എടുത്ത് നിങ്ങളെ കുറച്ചും കൂടി എൻഗേജ് ചെയ്യിച്ച് അത് എടുക്കുന്നത്. അപ്പൊ ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഫുൾ എന്റെ ഒരു ബോറായിട്ടുള്ള ഒരു സെഷനാണ്. മിക്ക ടീച്ചേഴ്സിനും അത് ഇഷ്ടമല്ല ഈ ഒരു പോർഷൻ. അപ്പൊ എനിക്കിഷ്ടമാണ് നീഡ്സ് എന്ന് പറയുന്നത്. നീഡ്സ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സെഷൻ ഉണ്ട്, അതെനിക്ക് ഏറ്റവും ഇഷ്ടം. മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി എന്ന് പറയുന്നു. അതിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള നീഡൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം നെക്സ്റ്റ് ക്ലാസ്സിൽ. എടുത്തായിരുന്നോ അപർണ മിസ് എടുത്തായിരുന്നോ എന്ന് ചോദിച്ചായിരുന്നു മാസ്ലോടെ. ആതിര മിസ് ചോദിച്ചായിരുന്നു. ആണല്ലേ? നീഡ്സിന്റെ ആ ഒരു പോർഷൻ വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി അത് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോ എവിടെയാണ്, ഏത് നീഡാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പാണ്. അപ്പൊ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന ഒരു മിനിറ്റ് ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയത്. ലെസ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സെഷനൊക്കെ എടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കര ടഫാണ്. സ്പാൻ ഓഫ് അറ്റൻഷൻ ആൻഡ് എബിലിറ്റി ലെവൽ ഇൻ ഓർഡർ ടു അവോയ്ഡ് റെസിസ്റ്റൻസ്. അവരെ പഠിക്കാൻ കാണിക്കുന്ന മടി നമ്മളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് എന്ത് ചെയ്യണം, എടുക്കണം. ഫേം but impartial teachers do better a job. Discrimination is resisted mostly by the children as an adult. Both teacher and parents can help the children develop a healthy philosophy of the life by providing them knowledge of different ideas. ജസ്റ്റ് വായിച്ചു വെക്കാൻ മതിയിട്ടാണ് പറഞ്ഞുതരാം. ഒരു നല്ല ഹെൽത്തി അഡൾട്ടിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടീച്ചേഴ്സും പാരന്റ്സും അവർക്ക് അറിയാവുന്ന നോളജ് കാര്യങ്ങളൊക്കെ പാസ് ചെയ്യണം. അത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കണം. നാഷണൽ ഹീറോസിന്റെ റിയൽ ഹീറോസിന്റെ സ്റ്റോറീസും കാര്യങ്ങളും നമ്മൾ അവരോട് പാസ് ചെയ്യണം. അതേപോലെ അവരെ ഇൻസ്പിറേഷൻസ് കൊടുക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. അതേപോലെ
children develop healthy peer age relationship and friendship. നമ്മൾ കുട്ടികളുടെ പ്രായമാണ്, അവർ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പിയർ ഏജ് റിലേഷൻഷിപ്പ്, അവരുടെ കളിക്കൂട്ടുകാര് നല്ല ഫ്രണ്ട്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പുകൾ, ആ ഒരു ഏജ് ആണ് അവർക്ക് നല്ല ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണം. എന്നാലാണ് ഈ കുട്ടികളുടെ ഷെയറിംഗ് ഹാബിറ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുള്ളൂ. നമുക്കും ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പണ്ട് ചെറുതായിരുന്ന സമയത്ത് ക്ലാസ്സിലൊക്കെ ആവുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ, ഒരു ടേബിൾ നിറച്ചും കറികളായിരിക്കും. നമ്മൾ വീട്ടിൽ നമ്മളിപ്പോ കഴിക്കുകയാണെങ്കിൽ എല്ലാ കറികളും കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, എപ്പോഴും ഓർക്കുമ്പോൾ സന്തോഷം കിട്ടുന്ന, നമ്മൾ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈമാണ്. The child who get affection, encouragement, develop a good personality. ഒരു കുട്ടിക്ക് നല്ല അഫെക്ഷനും എൻകറേജ്മെന്റും കെയറും ഹാപ്പിനെസ് ഒക്കെ കിട്ടി വരുന്ന കുട്ടികളാണെങ്കിൽ അവർ നല്ലൊരു പേഴ്സണാലിറ്റി, നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി വരുന്നത് സോഷ്യൽ ഇമോഷണൽ നീഡാണ്. സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡിൽ മെയിൻ ആയിട്ട് പറയുന്നത് ലവ് ആൻഡ് സെക്യൂരിറ്റി, ഇൻഡിപെൻഡൻസ്, സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ്. 3 നീഡ്സ് ആണ് ഇതിൽ വരുന്നത്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും റോൾ ഓഫ് ഇമോഷൻസ് ഒന്ന് വായിച്ചു നോക്കാൻ പറ്റും. ഇപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് ഫിയറും ആങ്കറും വായിക്കാനുള്ള ടൈം തന്നില്ലല്ലോ. ആരാ ആങ്കർ വായിക്കുന്നേ? ഞാൻ വായിക്കാം മിസ്. തീർച്ചയായിട്ടും വായിച്ചോ കേട്ടോ. Anger. There are many circumstances in everyday life for the arousal of anger. Causes of anger are varied and innumerable. Some of them may be rejection of a child's wish, difficult assignment beyond his ability, tiresome jobs, uninteresting lessons, the interference with the set habits, real or imaginary favoritism on the part of parents or teachers, attacks on self-respect, physical illness, fatigue, and hunger. It should be noted that planning lessons should consider children's interest, span of attention, and ability levels in order to avoid resistance. Firm but impartial teachers do a better job. Discrimination is resisted mostly by children as hand as adults. Both teachers and parents can help the child in developing a healthy philosophy of life by providing them with knowledge of different ideas and value systems through useful discussions and reading on problems that are raised by him. Both must help the child develop healthy peer age relationship and friendships. The child who gets affection and encouragement develops a good personality. ഓക്കെ കേട്ടാ. അപ്പൊ നമ്മള് ആങ്കർ ചിലപ്പോ ഡിഫറെന്റ് റീസൺസ് കാരണമായിരിക്കും കുട്ടികൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. ചിലപ്പോൾ ലവ് കിട്ടാതെ വരുമ്പോൾ, അവർക്ക് കെയറും കാര്യങ്ങളൊക്കെ കിട്ടാതെ വരുമ്പോഴായിരിക്കും ഈ ദേഷ്യവും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കും. എന്താണ് ഇതിന്റെ പ്രശ്നം? അവർക്ക് സ്നേഹം അല്ലെങ്കിൽ ലവ് കെയർ കിട്ടാത്തതുകൊണ്ടാണോ? നമ്മളത് പ്രകടിപ്പിക്കുക. ടീച്ചേഴ്സ് ആയാലും പാരന്റ്സ് ആയാലും എന്താണ് അതിന്റെ റീസൺ എന്ന് കണ്ടെത്താം, അത് പരിഹരിക്കാൻ നോക്കുക. അല്ലാതെ കുട്ടി ഭയങ്കര ഷൗട്ടിങ് ആണ് അല്ലെങ്കിൽ ഭയങ്കര വയലന്റ് ആണ്, ഭയങ്കര നോട്ടി ആണെന്ന് പറഞ്ഞ അവനെ മാറ്റി നിർത്തല്ല വേണ്ടത്. അവന്റെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞ് അവൻ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവനെ കെയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അവനെ ബിൽഡ് ചെയ്തെടുക്കാണ് വേണ്ടത്. നല്ലൊരു ഗുഡ് ഹെൽത്തി പേഴ്സൺ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കെയറും ലവും കൊടുക്കണം. പാരന്റ്സിന്റെ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടീനോട് നല്ല രീതിയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു വീക്ക്ലി ആണെന്ന് വിചാരിക്കുക, സാറ്റർഡേ സൺഡേ ആയിരിക്കും കുട്ടികൾ നമ്മളുടെ ഒപ്പം ഉള്ളത്. ആ സാറ്റർഡേ സൺഡേയിൽ ഒരു 2-3 മണിക്കൂർ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി എന്തായാലും മാറ്റി വെക്കണം. അവർക്ക് വേണ്ടി പ്ലേ ടൈം പാർക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം അവരുടെ ഒപ്പം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആയാൽ മതി, അവരുടെ ഒപ്പം അത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ നമുക്ക് അവർ നല്ല ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് നല്ല ഭാവിക്കും നല്ല അവരുടെ തലമുറയ്ക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിനും ഏറ്റവും നല്ലത് എന്താണ്, നമ്മള് ഗുഡ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ആങ്കർ വരെയാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? മാം ഞാൻ സൈൻ ഔട്ട് പറയുന്ന. അൻസന പറഞ്ഞോടാ. Ma'am, thank you, ma'am, for a wonderful segment. And thank you everyone for attending the class. And today ma'am taught role of emotions. In that, ma'am taught affection, humor, laughter, fear, anger. We got this class was taken as seminar in the beginning to make ma'am took this decision for making the class more energetic.
And we learned a lot of things about affection, humor, laughter, fear, anger. And thank you, ma'am. Thank you, Miss. Thank you, Hasna. Thank you, ma'am. Thank you. Thank you, ma'am. Thank you all.